നമ്പുരാൻ തിരുമനസേ, ധനുരാശിയാണ് ആരൂഢമായി വന്നിരിക്കുന്നത്. 9ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ഗുരു, 5ാം ഭാവത്തിൽ ആരൂഢാധിപനായി ഗുരുവിന്റെ ദൃഷ്ടിയും. ഇവ കാണിക്കുന്നത് തീർച്ചയായും സന്താനഭാഗ്യത്തെയാണ്. അങ്ങയുടെ ജാതകപ്രകാരവും 5ാം ഭാവം വളരെ അനുകൂലമാണ്. തമ്പുരാട്ടിയുടെ ജാതകത്തിൽ 9ാം ഭാവം തീർത്തു ഉത്തമം ആയതിനാൽ ഒരു സംശയം വേണ്ട തിരുമനസേ, സന്താന സൗഭാഗ്യം സുനിശ്ചിതം. ഭഗവാനെ, പിറക്കുന്നത് പുരുഷപ്രജയാണോ അതോ? എന്താ സംശയം? 5ാം ഭാവം ഓജരാശിയായി അവിടെ ബലവാനായി നിൽക്കുന്ന ഗുരുവോ രവിയോ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പുരുഷ സന്താന സൗഭാഗ്യമാണ്. ഇവിടെ ഗുരു അതീവ ബലവാനായി നിൽക്കുന്നു. അതുകൊണ്ട് തമ്പുരാനും തമ്പുരാട്ടിക്കും ഓജസ്സും തേജസ്സുമുള്ള ഈശ്വരതുല്യനായ ഒരു സന്താനത്തെ തന്നെ ലഭിക്കും. ആ പുത്രനിലൂടെ സർവ്വ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഈ പന്തളദേശത്തിനും കൊട്ടാരത്തിനും വന്ന് ഭവിക്കും. തീർച്ച. സന്താനകാരകനായ വ്യാഴഗ്രഹത്തെ ശക്തിപ്പെടുത്തുകയും പുഷ്ടിപ്പെടുത്തുകയും വേണം. അതിന് തമ്പുരാട്ടിക്കടിയനൊരു ഏലസ് ജപിച്ചു തരാം. എല്ലാ ദിവസവും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും പൂജയും കർമ്മങ്ങളും എത്ര വേണമെങ്കിലും ആവാൻ ജ്യോത്സ്യരെ. വിഷമിക്കാനൊന്നുമില്ല. ജാതകവശാലും പ്രശ്നവശാലും സന്താന സൗഭാഗ്യം ഉറപ്പായല്ലോ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സന്തോഷമായി തന്നെ ഇരുന്നുള്ളൂ തമ്പുരാനെ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ കൊട്ടാരമുറ്റത്ത് ഒരു കുഞ്ഞിക്കാൽ പിച്ച വെച്ചിരിക്കും. എന്താ റാണി, ഗാഠമായ എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. എന്തുപറ്റി? എന്തെങ്കിലും വ്യാകുലതകൾ റാണി അലട്ടുന്നുണ്ടോ? അത് തിരുമനസേ, പ്രജകളുടെ മുൻപിൽ നമ്മൾ റാണിയും രാജാവും ഭാഗ്യം ചെയ്തവർ അല്ലേ? പക്ഷേ നമ്മുടെ ദുഃഖം നമുക്കല്ലേ അറിയൂ. നമുക്കുള്ള ആദിയും വ്യാധിയും അവർക്കറിയില്ലല്ലോ. കാലം ഇത്രയായിട്ടും ഒരു സന്തതിയെ ഭഗവാൻ നമുക്ക് തന്നില്ലല്ലോ. പോകാത്ത ദേവസ്ഥാനങ്ങളില്ല,
കഴിയാത്ത വഴിപാടുകളില്ല. ഒരനന്തരാവകാശം ഇല്ലാതെ നമ്മുടെ ഈ രാജ്യം അന്യം നിന്ന് പോകുമോ എന്ന ഭയം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട് തിരുമനസ്സേ. എന്താ റാണി ഇത്? അത്തരം ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാച്ചുകളയോ? ഏറെ സന്തോഷിക്കേണ്ട നിമിഷമല്ലേ ഇപ്പോ? നമുക്ക് പുത്രയോഗം ഉണ്ടെന്ന് തന്നെയല്ലേ ജോത്സ്യ തീർത്തു പറഞ്ഞത്? അപ്പോൾ അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇതിനു മുൻപും എത്രയോ ജ്യോത്സ്യന്മാർ പ്രവചിച്ചിരിക്കുന്നു. ഇത് അതുപോലെയല്ല. അപൂർവ സിദ്ധിയുള്ള അപാര പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഈശ്വര കടാക്ഷത്താൽ ആ പ്രവചനം സത്യമാവുന്നു തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. നമ്മുടെ ഈ കൊട്ടാരത്തിലും അന്തഃപുരത്തിലും പാൽപുഞ്ചിരിയോടെ ഓടിക്കളിക്കുന്ന തേജസ്സുറ്റ ഒരു കുഞ്ഞിന്റെ മുഖം നാം പലപ്പോഴും സ്വപ്നത്തിൽ കണ്ടിട്ടുമുണ്ട്. അങ്ങയുടെ സ്വപ്നം ഈശ്വരാനുഗ്രഹത്താൽ എത്രയും വേഗം സഫലമാകട്ടെ. അതിനി ഞാൻ എത്ര നാൾ കാത്തിരിക്കണമോ ആവോ. മനസ്സമാധാനമായിട്ടിരിക്കൂ റാണി. ജന്മം തന്ന ഭഗവാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. വിധിയെ തടയാനാവില്ലല്ലോ. ദുഃഖം ഉള്ളിലൊതുക്കി ഇങ്ങനെ മറ്റുള്ളവരെ അങ്ങ് സന്തോഷിപ്പിക്കുന്നത് കാണുമ്പോ നമുക്ക് സഹിക്കുന്നില്ല. എപ്പോഴും ചിരിക്കുന്ന മുഖവും വേദനിപ്പിക്കാത്ത വാക്കും. ഈ കൊട്ടാരത്തിലും ദേശത്തിലും കണ്ണുനീർ പൊഴിയാൻ പാടില്ല. എല്ലാം നല്ലതെന്ന് വിചാരിച്ച് സമാധാനിക്കും. ശയിച്ചോളൂ. മാധവ പണിക്കർ ഗണിച്ചു പറഞ്ഞാൽ അത് അച്ചട്ട. റാണിക്ക് സന്താനഭാഗ്യമുണ്ടായാൽ നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റും. അങ്ങനെ സംഭവിച്ചുകൂടാ. ഈ കൊട്ടാരത്തിന് ഒരു അനന്തരാവകാശി ഉണ്ടാകാൻ പാടില്ല. ഇനിയുള്ള അവകാശികൾ നമ്മൾ മാത്രമായിരിക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആർക്കും അത് തടയാനാവില്ല. ഒന്നിച്ചു നിൽക്കാം. എന്നാൽ ഈശ്വരൻ നിശ്ചയം മറ്റൊന്നായാൽ തടയാൻ കഴിയില്ലല്ലോ. കഴിയണം. ഈശ്വരൻ നിശ്ചയിച്ചോട്ടെ. പക്ഷേ അത് നടപ്പിലാകാതിരിക്കാൻ നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെ? അതിന് ബുദ്ധി ഉപയോഗിച്ച് ഉപായങ്ങൾ കണ്ടെത്തണം. എന്റെ ബുദ്ധിയിൽ ഒരു ഉപായം തെളിഞ്ഞു വന്നിട്ടുണ്ട്. പറഞ്ഞോട്ടെ? പറ. അനന്തരാവകാശി ഉണ്ടാകാതിരിക്കാൻ റാണി ഗർഭം ധരിക്കരുത്. എങ്ങനെയുണ്ട്? അതെങ്ങനെയാ? റാണിയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പുകൾ നാമ്പിട്ട് കഴിഞ്ഞു എന്നല്ലേ ജ്യോത്സ്യം പ്രവചിച്ചത്? എങ്കിൽ ഞാനൊരു ഉപായം പറയാം. മണ്ടത്തരമായിരിക്കും. തമ്പുരാട്ടിയുടെ ഗർഭം പൂർണ്ണാവസ്ഥയിലെത്താൻ അനുവദിക്കരുത്. ഇരു ചെവി അറിയാതെ അലസിപ്പിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തണം. അതെ, അതാണ് ശരി. അതാണ് ശരി. തമ്പുരാട്ടി ഭക്ഷിക്കുന്ന അന്നപാനാദികളിൽ
ഗർഭമലസി പോകുന്ന ഒറ്റമൂലികൾ ചേർക്കണം. ആ ദൗത്യം നാം പത്മിനിയെ ഏൽപ്പിക്കുന്നു. അയ്യോ, നമുക്ക് ഭയമാണ്. അത് കൊള്ളാം. ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കഷത്തിലുള്ളത് കളയാനും വയ്യ. എന്റെ പത്മിനി, നിന്റെ ഫൽഗുനെ നമുക്ക് മന്ത്രിയാക്കണ്ടേ? ഒന്ന് പറഞ്ഞു കൊടുക്ക് ഫൽഗുന. വേണം വേണം, മന്ത്രിയാകണം. പത്മിനിക്ക് ധൈര്യവും വേണം. നാളെ മുതൽ റാണിയുടെ ഭക്ഷണക്രമം നാം തീരുമാനിക്കുന്നത് പോലെ. നാളെ മുതൽ റാണിക്ക് കുടിക്കാൻ നൽകേണ്ടത് കപ്പളങ്ങ കലർത്തിയ പാനീയമായിരിക്കണം. പിന്നെ കറുകപ്പട്ടയും എള്ളും ആവോളം ഭക്ഷണത്തിൽ ചേർക്കണം. അത് ഞാൻ ഏറ്റു. മതി, അതു മതി. അങ്ങുന്നേ, ഈ ഗർഭം അലസിപ്പിക്കാനല്ലാതെ ഗർഭം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഏയ്. വരുന്നുണ്ടോ? ഓ, ഇവിടെ ഉള്ളത് കളയാൻ നോക്കുമ്പോ പുതിയതും കൊണ്ടുവരുന്നു. അപ്പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഫൽഗുന? ഉണ്ടങ്ങുന്നേ. എന്നാ നിങ്ങൾ ചെല്ല്. ഓ, ആയിക്കോട്ടെ, പറഞ്ഞാട്ടെ. ഒന്ന് വേഗം നടക്കുക. മുക്കാട് കടന്നെത്താൻ ഇനിയും ഏറെ കാലം നടക്കണം. ഗോപാല, ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണം. ഒന്ന് വേഗം ഓട്ടെ. വഴി വളരെ മോശമാണ്. ഈ മിണ്ടാപ്രാണികൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പോലും ഒന്നും കരുതിയില്ല. അത് ഗോപാലനല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അല്ലേലും ഗോപാലൻ പണ്ടേ അങ്ങനെ തന്നെയാ. എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം ഉണ്ടാവും. നടക്ക. നട അടയ്ക്കും മുൻപേ പൂങ്കുന്നത്ത് കാവിലെത്തും അമ്മേ. തൊഴുതിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നന്നായി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ ഉദയനനും സംഘവും അടക്കി വാഴണ കാടായത്. വളരെ സൂക്ഷിക്കണം. ആ കൊള്ളക്കാർ ഇതെങ്ങാൻ പറഞ്ഞ നമ്മളെയും കൊല്ലും. ആ പണ്ടമെല്ലാം കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാ പറഞ്ഞേ സൂര്യൻ ഉദിക്കും മുമ്പ് പുറപ്പെടണമെന്നാ. അപ്പൊ ആരും കേട്ടില്ല. ഒരുങ്ങി സമയം കളഞ്ഞു, അത്ര തന്നെ. ഓ, എങ്ങനെയെങ്കിലും ഇരുട്ടണതിന് മുമ്പ് ഈ കാട് കടന്നു കിട്ടിയാ മതി. അല്ലെങ്കിൽ അപകട. ആ നടക്ക വേഗം. ആ ഉദയനെന്ന് പറഞ്ഞ കണ്ണിച്ചോരയില്ലാത്തവനാ. കൊല്ലും കൊലയും അവർക്കൊരു പ്രശ്നമേ അല്ല. ഭഗവാൻ ധർമ്മശാസ്താവിന്റെ കരുണ കൊണ്ടാ ഒരിക്കൽ ഞങ്ങൾ അവനിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെ. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതും പതിവാണത്രേ. കൊട്ടാരമെന്നോ കുടിലെന്നോ ഒരു നോട്ടോ ഇല്ല. വേഗം നടക്ക. ഭഗവതി,
ഇക്കണ്ട കാലം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊന്നും പണവും ആ വണ്ടിയിലുള്ളത്. വേഗം നടക്കുക എല്ലാരും, വേഗം. എത്ര നാളെന്ന് പറഞ്ഞ ഈ ഉദയനെയും കൂട്ടരെ ഇങ്ങനെ പേടിച്ചു കഴിയുന്നത്? നാട്ടില് വീറും വാശിയുള്ള ആമ്പിളാരില്ലാത്തോണ്ടാ. നിങ്ങളൊക്കെ പ്രതികരിക്കാത്തോണ്ടല്ലേ? തിരുമല നായകിന്റെ സേനാ നായകനാ ഉദയനൻ. സാധാരണക്കാർക്കൊന്നും അവന്റെ അടുത്ത് അടുക്കാനേ കഴിയില്ല. അത്രയ്ക്ക് ഭീകരനാവൻ. അത്ഭുതങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് ആത്മീയാനുഭവം നേടാൻ അവസരങ്ങളില്ല. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ